പുഷ്പ ടു ദ റൂൾ 2021 വന്ന പുഷ്പ ദ റൈസിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് റിലീസായിരിക്കുന്ന പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രം. ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ നായകനായി വന്ന് സുകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന പടം. അല്ലു അർജുനെ കൂടാതെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, ജഗപതി ബാബു, സുനിൽ, അനസൂയ, ആടുകളം നരേൻ തുടങ്ങിയവരാണ് പുഷ്പ 2-വിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദേവിശ്രീ പ്രസാദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ലോകത്താകമാനം ഗംഭീര റിലീസാണ് പുഷ്പ 2-വിന് ഇന്നുണ്ടായത്. അത്രയ്ക്ക് തന്നെ ആകാംക്ഷയും സിനിമാ പ്രേമികൾക്ക് ഈ ചിത്രത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. ചന്ദന മാഫിയയുടെ നെടുന്തൂണായി വളർന്നുകൊണ്ടിരിക്കുന്ന പുഷ്പരാജിന്റെ ജീവിതമാണ് പുഷ്പ സീരീസിലൂടെ സംവിധായകൻ പറയുന്നത്. അയാൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുന്നതായി കാണിക്കുന്നതാണ് സെക്കൻഡ് പാർട്ടിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. പുഷ്പ 2-വിന്റെ കഥയുടെ മെയിൻ ഭാഗവും ഫഹദിന്റെ കഥാപാത്രവുമായി അർജുന്റെ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന പകയും ഈഗോ ക്ലാഷുമൊക്കെയാണ്. പുഷ്പ ആദ്യ ഭാഗത്തിന്റെ തുടർച്ച എന്നവണ്ണം അത്തരത്തിൽ ഈ രണ്ട് കഥാപാത്രങ്ങളുമായുള്ള രംഗങ്ങളാണ് പുഷ്പ 2-വിൽ 65% എന്ന് തന്നെ പറയാം. ചിത്രത്തിൽ ബാക്കി വരുന്ന 35% ഇമോഷണൽ ആയുള്ള രംഗങ്ങളും ഗാനങ്ങളും പെടുന്നു. സോങ്ങുകൾക്ക് തന്നെ ഒരുപാട് സമയവും പണവും മുടക്കിയതായി പ്രേക്ഷകന് അനുഭവപ്പെടുന്നു. ഫൈറ്റ് രംഗങ്ങളും അങ്ങനെ തന്നെ. ദീർഘനേരമുള്ള സ്റ്റണ്ട് രംഗങ്ങൾ ഹെവിയായി ചിത്രീകരിച്ച ഫീൽ ഉണ്ടായിരുന്നു. അല്ലു അർജുന്റെ അഭിനയം ടിപ്പിക്കൽ ആയുള്ള അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ ആയി തന്നെ തോന്നി. ഫഹദ് ഫാസിലിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം എന്തിനാണ് ഈ ചിത്രത്തിൽ ഈ ക്യാരക്ടർ അവതരിപ്പിച്ചത് എന്ന് തന്നെ തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു സഹതാപമാണ് തോന്നിയത്. അതായത് അദ്ദേഹത്തിന്റെ കഴിവിനും താരമൂല്യത്തിനും ഒരു തരത്തിലും സ്യൂട്ടാകാത്ത കഥാപാത്രമായിരുന്നു ഇത്. പുഷ്പ ആദ്യ ഭാഗം നിർത്തുന്നിടത്തുള്ള കണ്ണിൽ തീ നിറഞ്ഞ പോലീസ് ഓഫീസറിനെ അല്ല ഫഹദിന് വേണ്ടി ഇവിടെ സെക്കൻഡ് പാർട്ടിൽ സുകുമാർ എഴുതി വച്ചിരിക്കുന്നതെന്ന് തോന്നി. മറിച്ച് അല്ലു അർജുൻ തുടങ്ങി സകല കഥാപാത്രങ്ങളും വന്ന് പരിഹസിച്ചു പോകുന്ന കഥാപാത്രമായി ഫഹദിന്റെ പോലീസ് ഓഫീസർ മാറിയിരിക്കുന്നു. ഒരു തരത്തിലും ഫഹദിനെ സ്കോർ ചെയ്യേണ്ട രംഗങ്ങൾ പടത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഫാഫായുടെ ഫിലിം ലൈഫിൽ തന്നെ മോശം റോളുകളിൽ ഒന്നായി ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ് സെക്കൻഡ് പാർട്ടിലെ ഈ റോൾ എന്ന് തോന്നി. ഇനി സിനിമയുടെ ആസ്വാദന ഭാഗം നോക്കിയാൽ പാട്ടും ഫൈറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഒഴുക്കിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നായിരുന്നു തോന്നിയത്. എവിടെയൊക്കെയോ രസച്ചരടുകൾ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പുഷ്പ ഉയർന്നു എന്നതൊക്കെ പ്രേക്ഷകനെ എത്രമാത്രം കൺവിൻസ്ഡ് ആയി എന്നതൊക്കെ സംശയമാണ്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ രശ്മികയൊക്കെ പടത്തിനെ വളരെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ അർജുനെ പൊക്കി പറയാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഒരുവളായി തീരുന്നു രശ്മികയുടെ ശ്രീവള്ളി. അവരുടെ കഥാപാത്രം ഒന്നും ഒരു തരത്തിലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതേ ഇല്ലായിരുന്നു. പുഷ്പ ഇന്റർനാഷണൽ ആണെങ്കിലും പടത്തിന്റെ ഭൂരിഭാഗവും നാട്ടിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീലങ്കൻ കടൽ അതിർത്തി രംഗങ്ങളൊക്കെ ചിത്രത്തിലുണ്ട്. അതൊക്കെ പ്രേക്ഷകന് ദഹിക്കുമോ എന്നും സംശയമാണ്. ജപ്പാൻ രംഗങ്ങൾ ഉൾപ്പെടെ. സിനിമയുടെ കഥ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ചന്ദനവും ഫഹദിന്റെ പോലീസ് ഓഫീസറും ഒക്കെ മാറുന്നു. ഇമോഷണൽ ആയുള്ള രംഗങ്ങൾ ആണ് കോർത്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ആയാണ് ഫീൽ ചെയ്തത്. വികാരപരമായി അവയൊക്കെ പ്രേക്ഷകനെ ഫീൽ ചെയ്യിപ്പിച്ചോ എന്നും സംശയമാണ്. സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഉദ്ദേശം 3.5 മണിക്കൂറാണ്. അല്ലു അർജുന്റെ കൈകാലുകൾ കെട്ടിയിട്ടുള്ള ഫൈറ്റ്, സാരി കോസ്റ്റ്യൂമിലെ ഗാനം, രശ്മികയുമായുള്ള റൊമാൻസ് രംഗങ്ങൾ ഒക്കെ ചിത്രത്തിൽ ഏച്ചു കെട്ടിയതായി തന്നെ ഫീൽ ചെയ്തിരുന്നു. ചില പാട്ടുകളും ചില രംഗങ്ങളുടെ ഭംഗിയും ഒക്കെ നന്നായി ആസ്വദിച്ചു എന്ന് പറയാം. അല്ലാതെ എക്സൈറ്റഡായി ഒന്നും തന്നെ തോന്നിയില്ല. മൂന്നാം ഭാഗവും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുഷ്പ 2 ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഇൻ ഷോർട്ട്, വളരെ ദൈർഘ്യം കൂടിയ, ഫഹദിനോ മറ്റു കഥാപാത്രങ്ങൾക്കോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാത്ത അല്ലു അർജുന്റെ 1 മാൻ ഷോ ആണ് പുഷ്പ 2 ദ റൂൾ. ശരാശരി രേഖയിലോ അതിൽ താഴെയോ ആണ് ചിത്രം. പുഷ്പ കുറച്ച് താഴ്ന്നു. ഫഹദിന് പാർട്ടി കിട്ടിയതായും തോന്നിയില്ല.